അവർ പറയുന്ന മൊത്തം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ട് ഉള്ള സിനിമകൾ എത്രയോ നല്ല സിനിമകൾ ഓടിയിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യുന്ന പോലെയാണോ നാളെ മഴ പെയ്യുന്നത്? അല്ലല്ലോ. അദ്ദേഹം കാണുന്ന പോലെ ആവില്ല ഞാൻ ചിലപ്പോൾ കാണുന്നത്. രണ്ട് തരത്തിലുണ്ട്. മോശം ഉണ്ടായിരിക്കും, നല്ലതുണ്ടായിരിക്കും, നല്ലതുണ്ടാവും, ചീത്ത ഉണ്ടായിരിക്കും. അത് ഒരേപോലെ സ്വീകരിക്കുക. അതിനൊരു അഭിപ്രായം പറയാനില്ല. എല്ലാവരും കാണേണ്ട ഒരു പടമാണ്, നല്ല പടം. ലാലേട്ടൻ നന്നായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം കേട്ടോ. പിന്നെ നല്ല ഭക്തിയല്ല, അത് ആളുകളിൽ ഒരു ഇത് ഉണ്ടാക്കുന്ന പടമാണ്. നല്ല രസമുണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സൂപ്പറായിരുന്നു. മോഹൻലാലിൻ്റെ റോൾ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ആയാലും നന്നായി തകർത്തിട്ടുണ്ട്. പിന്നെ അക്ഷയ് കുമാർ ആയാലും കാജൽ അഗർവാൾ ആയാലും ഓരോ ആർട്ടിസ്റ്റ് ആയാലും നായകനായാലും നായികയായാലും നന്നായി തകർത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് കുറച്ച് ഹാഫ് ബാഹുബലിയുടെ ആ ഇൻട്രൊഡക്ഷൻ ഇല്ലേ, ഹീറോയിൻ്റെ ഇൻട്രൊഡക്ഷൻ ബാഹുബലിയുടെ ഒരു സെയിം കട്ട് പോലെ തോന്നി. പിന്നെ കുഴപ്പമില്ല, നല്ല മ്യൂസിക്, നല്ല കഥയാണ്. നമ്മുടെ മലയാളത്തിലെ ഒരു നമുക്ക് എന്നിട്ട് സിനിമയുടെ മറ്റേ ശിവൻ്റെ ഒക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇതാക്കായിരുന്നു. സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ അല്ല, സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി അല്ലെങ്കിൽ കഥ നന്നായി കുറച്ചും കൂടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര സൂപ്പറായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ ഒരു ഏവറേജ് പടം അത്ര പറയാൻ പറ്റും. 1 മണിക്കൂർ ശരിക്കും എടുക്കാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്കെന്തോ കൊള്ളില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ശരിക്കും സിനിമയുടെ ഒരു ഫോക്കസ് പോയിന്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഒരു 3 മണിക്കൂറുള്ള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നത്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ, പുതിയൊരു ഇതാണ് അവരുടെ അവിടുത്തെ ഉണ്ടായ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും വന്ന് സിനിമ കാണുക, അത്ര പറയാം. നെഗറ്റീവ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റ് അല്ലേ. ഇപ്പം എൻ്റെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആവില്ലല്ലോ ചേട്ടൻ്റെ. എല്ലാവരും ഓരോ കാഴ്ചപ്പാടാവില്ലല്ലോ, എല്ലാ മനുഷ്യരും വ്യത്യസ്തരല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ക്യാമറമാനായാലും സ്റ്റോറി എഴുതുന്ന ആൾക്കാരും അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം ഇറങ്ങുന്നത്. ഈ ലൈറ്റ് ഇവരായാലും പിന്നെ നടന്മാരായാലും അവരൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒറ്റ ഒരു ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തും പറയാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നമുക്ക് അവർ കാണുന്നത് പോലെ ആവില്ല നമ്മൾ കാണുന്നത്, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മൾ അവിടുത്തെ തെലുങ്ക് സിനിമ പറയാറുണ്ട്, എല്ലാവരും വന്ന് കാണാറുണ്ട്. അതുപോലെ നമ്മൾ മാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും സിനിമ വന്ന് കാണുക, ജസ്റ്റ് OTT കണ്ട് റിലീസ് കാണാതെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം മാക്സിമം. അവർക്ക് എല്ലാവരും നല്ല രീതിയിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോട്ടെ, അങ്ങനെ പറയാം. റിവ്യൂ ഞാൻ കണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ. പ്രഭാസിനെ പറ്റിയിട്ട് നന്നായി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രഭാസിന് നല്ല റോളാണ്, എല്ലാവരും നല്ല രീതിയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ പറയില്ലേ, കഥ കുറച്ചും കൂടി ഒന്നും കൂടി ആക്കായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആളുടെ ശ്രദ്ധിക്കാറില്ല അദ്ദേഹത്തിനെ പറ്റിയിട്ട്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് പറയുന്നു, ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുന്നു മാത്രം. ജസ്റ്റ് അത്രേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക, അവർ പറയുന്നു മൊത്തം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഞാൻ പറയുന്നു, അത്ര തന്നെ. അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞിട്ട് ഉള്ള സിനിമകൾ എത്രയോ നല്ല സിനിമകൾ ഓടിയിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു ഇതൊരു ഏവറേജ് പടം. എന്നാലും നമുക്കത് സിനിമ തിയേറ്ററിൽ വന്ന് കാണണ്ടേ? തിയേറ്ററിൽ കാണേണ്ട സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അല്ലേ? അപ്പോൾ അയാൾ പറയുന്ന പോലെ എനിക്ക് എല്ലാം വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ? ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റാണ്. ആളെ ചിലപ്പോൾ ഇന്ന് കാണുന്ന പോലെ ആവില്ല നാളെ ലോകം കാണണം, അല്ലേ? വ്യത്യാസമില്ല. ഇന്ന് മഴ പെയ്യുന്ന പോലെയാണോ നാളെ മഴ പെയ്യുന്നത്? അല്ലല്ലോ, അല്ല. അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ വെച്ചിട്ടാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ലോകേഷ് കനകരാജ് എടുക്കുന്ന പോലെയാണ് സിനിമ എടുക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. അദ്ദേഹം കാണുന്ന പോലെ ആവില്ല ഞാൻ ചിലപ്പോൾ കാണുന്നത്. രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് അവാർഡ് വരാറില്ലേ, അതിൽ സുഹാസിനി മണിരത്നം അവർ ജഡ്ജി ചെയ്യുന്ന പോലെയാണ് അടുത്ത ജൂറി ചെയ്യുന്നത്? വ്യത്യാസമായിരിക്കും ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ സിനിമയ്ക്ക് സിനിമേതായിട്ടുള്ള കുറേ കഴിവ് മോശം ഉണ്ടായിരിക്കും, നല്ലതുണ്ടായിരിക്കും, നല്ലതുണ്ടാവും, ചീത്ത ഉണ്ടായിരിക്കും. അത് ഒരേപോലെ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ.